കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുകയാണ് സഭാ ആസ്ഥാനത്ത് വൈദികർ വിശ്വാസികൾ. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്റ്റാൻഡ് മാറ്റിക്കോട്ടെ, അല്ലെങ്കിൽ അതെ സൂക്ഷിക്കട്ടെ. വടി കൊണ്ട് കാണിക്കാം, വടി പിടിച്ച് കാണിക്കേ, വടി പിടിച്ച് കാണിക്കേ. കല്ല് പോലില്ലാതെ ഞങ്ങൾ നിൽക്കുന്നത്. അത് അന്തസ്സുള്ളവർ വടി ചാട വെച്ചിട്ട് പിടിക്കണോ? നിങ്ങക്ക് നാളാവൂലേ ആ മാറുകളെ പിടിച്ചിരിക്കും കാവലിരിക്കാൻ ആ തെണ്ടികളെ. അവരവരുടെ അവകാശം അവര് കള്ളന്മാരായോണ്ടല്ലേ അച്ഛന്മാർക്ക് അവര് അച്ഛന്മാർക്ക് മാത്രം കാണിക്കാനൊന്നല്ലോ ഇപ്പൊ തന്നെ നിലവിലുള്ള SCP
രാജ്കുമാർ പറഞ്ഞത് ജയകുമാർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല. അപ്പൊ അധികാരമുള്ളവർക്ക് ചോദിക്കാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇവിടുന്ന് മൂവ് ചെയ്യണില്ല. അതുകൊണ്ട് അധികാരി പിന്നെ ഇവിടെ അധികാരി ആരാ? അവർക്ക് സംസാരിക്കാൻ അതിനകത്ത് കയറി അവരോട് വരാൻ പറ. അവരോട് മൂന്നുപേരോട് പുറത്തിറങ്ങി വരാൻ പറ. അമ്മയുടെ ഉണ്ടാക്കാൻ പറ. കൈരണ്ടി വരാൻ പറയാം അമ്മമാരോട്. പ്ലീസ് അച്ഛന്മാരെ, കളക്ടർ ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കളക്ടർ എന്നോട് കളക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കളക്ടറിന്റെ കൂടെ നമ്മുടെ ചില നേതാക്കന്മാരും ഉണ്ട്. അവര് പറഞ്ഞത്, കളക്ടറിനോട് ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ മാതൃഭവനമാണ്. ഇവിടുന്ന് ഇന്ന് വെളുപ്പിന് ഞങ്ങളുടെ അച്ഛന്മാരെ മാറ്റിയിരിക്കുന്നത് യാതൊരു അറസ്റ്റ് വാറന്റും കൂടാതെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ഞങ്ങളെ പിടിച്ചു വലിച്ച് മാറ്റിയിരിക്കുക പോലീസ്. അതുകൊണ്ട് ഒരു അറസ്റ്റ് വാറന്റും ഇല്ല. ഇത് നിയമാനുസൃതമായിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ പോലീസ് ACP ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കളക്ടർ സാർ എത്രയും വേഗം ഇടപെട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം തരണം എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നോക്കട്ടെ അച്ഛ, ഞാൻ ഇടപെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. മുസ്തഫ, ഇപ്പോൾ സംസാരിച്ച ഫാദർ പറയുന്നത് കളക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്, ഒരു സമവായത്തിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ട് എന്നാണല്ലോ ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്. സ്നേഹ, ഇപ്പോൾ വീണ്ടും ഈ ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക് കടക്കാനുള്ളൊരു നീക്കമായിരുന്നു. അതിനകത്ത് ഉള്ള ആളുകളെ പുറത്തുവിടണം, ചർച്ച നടത്തണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറെ നേരം ഈ ബിഷപ്പ് ഹൗസിന്റെ മുന്നിലുള്ള ഗേറ്റ് തള്ളി തുറക്കുകയും അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ വൈദികർ നമ്മോട് പ്രതികരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും അവസാനം കളക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കളക്ടർ സാറിനോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛന്മാരുടെ മാതൃഭവനമാണ് ആർച്ച് ബിഷപ്സ് ഹൗസ്. അവിടെ നിന്നാണ് ഇന്ന് വെളുപ്പിന് ഞങ്ങളുടെ അച്ഛന്മാരെ പ്രാർത്ഥന നടത്തി ഉറങ്ങിക്കൊണ്ടിരുന്ന അച്ഛന്മാരെ യാതൊരു കാരണവുമില്ലാതെ അവിടെ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചു വലിച്ച് പരിക്കേൽപ്പിച്ച് ബസിലിക്കയിലെ കോമ്പൗണ്ടിലേക്ക് കൊണ്ടിട്ടിരിക്കുന്നത്. ഒന്നുകിൽ നിയമം അനുസരിച്ച് അവരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ മാതൃഭവനത്തിൽ പ്രവേശിക്കുവാനായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശത്തെ തരിക. ഇവിടെ പോലീസ് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതൃഭവനത്തിൽ പ്രവേശിക്കണം, കളക്ടർ സാർ ഇടപെടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിർത്തിയിരിക്കുന്നത്. അപ്പം ഈ ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കയറാൻ ഒരു ശ്രമം ഉണ്ടല്ലോ, അത് നമ്മൾ മാതൃഭവനം ഞങ്ങൾ ഗേറ്റ് തള്ളി തുറക്കണം. ഇത് ഞങ്ങളുടെ അതിരൂപതയും ഞങ്ങൾ വൈദികരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങളുടെ അച്ഛന്മാർക്ക് മുറിവേറ്റാൽ ഈ 10,400 അച്ഛന്മാർക്ക് മുറിവേൽക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരു ഗേറ്റ് തള്ളി തുറക്കാനായിട്ട് ശ്രമം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. യാതൊരു അസ്വാഭാവികതയും അതിലുണ്ട് ഇല്ല. എങ്കിലും പോലീസുകാരുമായിട്ട് സംഭാഷണം നടത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അകത്ത് കയറാൻ പോലീസ് എന്താ തടസ്സം പറയുന്നത്? പോലീസ് തടസ്സം പറഞ്ഞാൽ അവർക്ക് മുകളിൽ നിന്നും കൽപ്പനയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഇതിന് കളക്ടർ സാർ ഇടപെടും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. കളക്ടർ ഇങ്ങോട്ടേക്ക് വരുമോ? അല്ല, അദ്ദേഹം ഇടപെടാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും സ്നേഹ, ഈ കേട്ടതുപോലെ ഇപ്പോൾ എന്തായാലും കളക്ടറുടെ തീരുമാനം എന്താണ്? തർക്കവുമായി ബന്ധപ്പെട്ട് വൈദികർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ നിരാഹാരമിരുന്ന വൈദികരെ ഇന്ന് അവിടെ നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്.